മാംസം കഴുകുന്നു, ഇറച്ചി കഴുകുന്നു. ഇവിടെ ശ്രദ്ധിക്കണേ, ഒരു മസല പറയാൻ വേഗം. ഞാൻ വായത് പറഞ്ഞാൽ നമുക്ക് ഇത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പറ്റൂല, നീട്ടി പറയുമ്പോൾ. ഇതാകുമ്പോൾ ചുരുക്കി പറയുമ്പോൾ എത്രയോ മസലകൾ മനസ്സിലാക്കാൻ. ഇവിടെ ശ്രദ്ധിക്കണേ, വേഗം നിർത്തും. മാംസം കഴുകാൻ ഇറച്ചി കൊണ്ടുവന്നു, ഒരു 5 കിലോ മട്ടൻ ഉദാഹരണം പറയാൻ കടയിലേക്ക് കഴുകുന്ന സന്ദർഭത്തിൽ വലിയൊരു പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ച് അതിലേക്ക് മാംസം കൊണ്ടുവന്നിട്ട് പൈപ്പ് തുറന്നു വെച്ച് ഇങ്ങനെ കഴുകി ആ രക്തം കലർന്നു കിടക്കുന്നതാകുന്ന പാത്രത്തിൽ നിന്ന് രക്തത്തോടു കൂടിയിട്ടുള്ളതാകുന്ന ഈ മാംസം മാറ്റി കുക്കറിലിട്ട് വേവിച്ച് കഴിച്ചാൽ അത് ഹലാലല്ല. കാരണം എന്താ? അത് വെള്ളം ഊർന്ന അടിയിലൂടെ പോയിട്ടില്ല. അരിപ്പ എന്ന് പറയും, താഴെ നല്ല തുളയുള്ള ദ്വാരമുള്ളതാകുന്ന ഒരു പാത്രമായിരുന്നുവെങ്കിൽ ബെറ്ററായിരുന്നായിരുന്നു. അതുകൊണ്ടാണ് താഴെ ദ്വാരമുള്ളതാകുന്ന പാത്രത്തിനുള്ളിലിട്ടിട്ട് വെള്ളം നല്ലതുപോലെ അതിനുള്ളിലൂടെ അടിയിലൂടെ നല്ലതുപോലെ രക്തം പരിപൂർണമായി ഒലിച്ചു പോകണം. അതില്ലാതെ ദ്വാരമില്ലാത്ത പാത്രം അതിനുള്ളിലേക്ക് കൊണ്ടുവന്ന് ഇറച്ചിയിട്ട് പൈപ്പ് തുറന്നു വെച്ച് നല്ലതുപോലെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, എന്നിട്ട് ആ രക്തം കലർന്നതോടുകൂടി തന്നെ എടുത്തിട്ട് മറ്റൊരു പാത്രത്തിട്ട് വേവിച്ചാൽ അത് അനുവദനീയമല്ല. എന്തുകൊണ്ട്? രക്തം നമുക്കെന്താണ്? നിഷിദ്ധമാണ്, ഹറാമാണ്. ഇതൊക്കെ സ്ത്രീകളോട് പറയാണ് പ്രത്യേകം, പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? താഴെ ദ്വാരമില്ലാത്ത പാത്രമാണ് എങ്കിൽ പൈപ്പ് തുറന്നു വെച്ച് കയ്യിൽ നമ്മൾ നല്ലതുപോലെ കഴുകിയിട്ട് സ്വല്പം കൊണ്ട് എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പൈപ്പ് നല്ലതുപോലെ തുറന്നിട്ട് ആ വെള്ളം നമ്മുടെ കൈ വെള്ളത്തോടെ ഒലിച്ച് താഴെ കൂടെ ഇങ്ങനെ പോകണം, രക്തം. എന്നിട്ടേ അത് എടുക്കാവുള്ളൂ. നേരെ രക്തം കലർന്നിട്ടുള്ള പാത്രത്തിൽ നിന്ന് അങ്ങനെ തന്നെ മാംസം എടുക്കൽ പാടില്ലാത്തതാണ്. حرمت عليكم الميتة والدم ولحم الخنزير. നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഹുരിമത അലൈക്കുമുൽ മൈത, ശവം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഒരാൾ ജീവൻ പോകാൻ നിലനിൽക്കാൻ ഒരൽപ്പം ശവത്തിൽ നിന്ന് കഴിച്ചെങ്കിലേ പറ്റുള്ളൂ. എന്നാൽ ഒരൽപ്പം കഴിക്കാം ജീവൻ നിലനിർത്താൻ. അല്ലാതെ റാഹത്തായിട്ട് അവിടെ ഒരു ബിരിയാണി വെച്ച് കഴിച്ചേക്കാം, അത് പറ്റൂല. ആ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരൽപ്പം ചത്തതിൽ നിന്ന് കഴിക്കാം, അതല്ലാതെ ശവം തിന്നാൻ പാടില്ല. രക്തം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. കണ്ടോ ഖുർആൻ പറഞ്ഞത്? അപ്പൊ കഴുകുമ്പോ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. വലഹ്മുൽ ഖിൻസീരി, പന്നി മാംസം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. വൽ മുൻഖനിഖത്തു, ഖുർആൻ പറയുന്നുണ്ട് അല്ലാഹുവിന്റെ പേര് ചൊല്ലിക്കാതെ ബിസ്മില്ലാതെ ഇറക്കുന്നത് മുസ്ലിമിന് പാടില്ല. വൽ മുൻഖനിഖത്തു, ശ്വാസം മുട്ടിച്ചു കൊന്നത് പാടില്ല. ഒക്കെ മനസ്സിലാക്കേണ്ടതാണ്. അതിൽ പണ്ഡിതന്മാർ സൂക്ഷ്മാലുക്കളാകുന്ന ചില ഉസ്താദുമാര് വലിയ സൂഫി ഉലമാക്കളൊന്നും ചിക്കൻ കഴിക്കാറില്ല. എന്താ കാരണം? ഞാനൊരു വലിയൊരു ഉസ്താദിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയൊരു മറുപടി വലിയ ചിന്തനീയമാണ്. കാരണം ഇന്നത്തെ അറവുശാലകളിലൊക്കെ തന്നെ വീപ്പ സമ്പ്രദായമാണ് ചിലയിടത്തൊക്കെ. അപ്പൊ ഒന്നിനെ അറുത്തിട്ട് അതിലോട്ടിടും. വലിയ കല്യാണമൊക്കെ വരുമ്പോ 150 500 കോഴിയൊക്കെയാണ്. ഒന്നിനെ അർത്ഥങ്ങോട്ട് ഇട്ടു, അടുത്തതിന് ബിസ്മില്ലി അർത്ഥങ്ങോട്ട് ഇട്ടു, മൂന്നാമത്തെ ഇട്ടു, 10 ഇട്ട് കഴിയുമ്പോൾ ഏറ്റവും അടിയിലത്തെ ഉള്ളത് രക്തം വാർന്നൊലിച്ച് പോകുന്നതിന് മുമ്പ് തന്നെ ശ്വാസം മുട്ടിച്ചാകാണ്. കാരണം അതിന്റെ മേലോട്ട് ഒന്ന് വീണോണ്ടേ ഇരിക്കുക, ശ്വാസം വിടാൻ മേലെ. വൽ മുൻഖനിഖത്തു, ശ്വാസം മുട്ടിച്ചത്തത് പാടില്ല. വിശുദ്ധമായ ഖുർആൻ. ഖുർആൻ കാലികമാണ്, എക്കാലഘട്ടത്തിലേക്ക് ഉപയോഗിക്കേണ്ടതാണ്. എന്തിനാണ് ഇന്നത്തെ തലമുറയിൽ നോക്കിയിട്ട് ശ്വാസം മുട്ടിച്ചത്തത് എന്ന് പറയുന്നത്? നമ്മൾ ആരെങ്കിലും അങ്ങനെ ശ്വാസം മുട്ടിച്ചിട്ട് കൊല്ലാറുണ്ടോ? ഇല്ല. രക്തം വാർന്നൊലിച്ചു പോയിട്ടുള്ളതാകുന്ന മൃഗമാണ് ഏറ്റവും ബെറ്റർ എന്ന് ശാസ്ത്രം നിജപ്പെടുത്തിയിരിക്കുകയാണ്. എത്രത്തോളം ക്രിക്കറ്റ് കളിക്കാർക്ക് ഇപ്പോൾ നിയമം വന്നിരിക്കുന്നു, എന്ത് ഹലാൽ ഫുഡ് കൊടുക്കണം. BCC അംഗീകരിച്ചിരിക്കുന്ന പുതിയ നിയമമാണ് ഇപ്പൊ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ന്യൂസ്. ക്രിക്കറ്റ് കളിക്കാർക്ക്, ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാർക്ക്
അവര് പറയുന്നു ഇതുപോലെ നല്ല വൃത്തിയാക്കിയ ഹലാൽ ഫുഡ് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്? കാരണം രക്തം പരിപൂർണമായി വാർന്നൊലിച്ചു പോയില്ല എങ്കിൽ അത് കട്ട പിടിച്ചിട്ട് ഒന്നില്ലെങ്കിൽ അതിനെ ശ്വാസം മുട്ടിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കതകിനിടയിൽ വെച്ച് നെരിച്ചിട്ടോ പെടലി ഒടിച്ചിട്ടോ ഒക്കെ കൊന്നുകളഞ്ഞാൽ രക്തം കട്ട പിടിച്ച് ആ രക്തത്തോടുകൂടി നമുക്കത് ശരീരത്തിന് ദോഷം ചെയ്യും, വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ആ രക്തം പരിപൂർണമായിട്ട് ഒലിച്ചുകൊണ്ട് പോരട്ടെ. അതിനുവേണ്ടി നല്ല രീതിയിൽ അറവ് നടത്തുക. അതാര് പറഞ്ഞത്? നമ്മൾ പറഞ്ഞതല്ല, ശാസ്ത്രം ഇന്ന് അംഗീകരിച്ച കാര്യമാണ് പറഞ്ഞത്. അതാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും, ഹ്യൂമൻ ബോഡിക്ക് ഏറ്റവും അനുയോജ്യമായത് എന്ന് പറയാം. അപ്പൊ അതില്ലാതാകാൻ വൽ മുനഖനിഖത്തു, ശ്വാസം മുട്ടിച്ചെത്തത്. ഈ ചെറിയ വീപ്ര സമ്പ്രദായം പഴയ കാലഘട്ടങ്ങളിൽ അങ്ങനെയല്ലല്ലോ. പണ്ടെന്തായാലും പള്ളിയിൽ നിന്ന് മൂലിയാർ ആരെങ്കിലും വിളിക്കുമല്ലാക്കെ, അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വീട്ടുകാർ തന്നെ എന്ത് ചെയ്യാം, ബിസ്മില്ലി അറുത്തിട്ട് പറമ്പിലങ്ങിടും. അപ്പൊ ഇതിങ്ങനെ നല്ല റാഹത്തായിട്ട് എന്ത് ചെയ്യും, ആത്മാവ് പോകുന്നത് വളരെ ശാന്തി സുന്ദരമായിട്ടാണ്. ചിലതിങ്ങനെ പറന്ന് അപ്പുറത്തെ പറമ്പിൽ കൂടെ ഓടി പോയിട്ടുണ്ടാവും, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനത്തെ ഉണ്ട്. എന്നിരുന്നാലും അതിന്റെ ആത്മാവ് പോകുന്നത് എങ്ങനെയാ? ഒരു ശ്വാസം മുട്ടിച്ചത്ത നിലയ്ക്കല്ല. ഈ വീപ്പ സമ്പ്രദായം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങനെ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം, ഒന്ന് കഴിഞ്ഞിട്ട് അത് ഏകദേശം അനക്കാൻ നീങ്ങിയതിന് ശേഷം അടുത്തിട്ടാൽ മതി എന്ന് പറയണം. നമ്മൾ അങ്ങോട്ട് പറയണം, ഉണർത്തണം. നമുക്ക് വേണ്ടിയല്ലേ കൊണ്ടുപോകുന്നത്, നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഖുർആൻ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. ഒരുപാടുണ്ട്, ഞാൻ ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല, വിശാലമായിട്ട് പോകുന്നില്ല. വഇഫത്തു തുഅമത്തിൻ, കഴിക്കുന്ന ഭക്ഷണം പരിപൂർണമായി ഹലാലായിരിക്കണം. അത് വളരെ ശ്രദ്ധിക്കണം. എങ്കിൽ തീർച്ചയായിട്ടും നീ രക്ഷപ്പെട്ടവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 4 കാര്യങ്ങളാണ് നബി തങ്ങൾ ഉണർത്തിയത്. കഴിക്കുന്നത് മാത്രമല്ലല്ലോ ഹലാൽ, എല്ലാം ഹലാലായിരിക്കണം. നമ്മൾ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടുന്നത് ഹലാലായിരിക്കണം. അന്യൻ്റെതാകുന്ന സമ്പത്ത് 1 രൂപ ഒരുമിച്ച് കൂട്ടിയാൽ 10 ലക്ഷം നിന്റെ കയ്യിലുണ്ടെങ്കിലും 1 രൂപ മതി ഹറാമായത്, അത് മുഴുവനും മോശമായി പോകും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടങ്ങളിൽ ഉമ്മമാര് ഭാര്യമാര് വീടിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുമായിരുന്നു എന്നാണ്. ഭാര്യ ഭർത്താക്കന്മാരോട് ദൂരെ ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് വാതിൽക്കൽ നിന്നിട്ട് വിളിച്ചു പറയും. എന്ത് പറയും? ഇന്നാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലന്നാർ. ഞങ്ങൾ നരകത്തിന് മേൽ ക്ഷമിക്കാൻ തയ്യാറല്ല, ഞങ്ങൾ ഈ ദുനിയാവിൽ വിശപ്പിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറാണ്. ഇന്നാ നസ്ബിറു അലൽ ജൂ, ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ വിശപ്പുണ്ടായാൽ ഞങ്ങൾ ക്ഷമിക്കാൻ റെഡിയാണ്. വലാ നസ്ബിറു അലന്നാർ, നരകത്തിന്മേൽ ക്ഷമിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് ഇയ്യാക വകസബൽ ഹറാം, അല്ലയോ പ്രിയപ്പെട്ട ഭർത്താവേ, പ്രിയപ്പെട്ട പ്രിയതമാ, നിങ്ങളെ സൂക്ഷിക്കണേ. ഹറാമ സമ്പാദിക്കണേ, സൂക്ഷിക്കണേ. ഹറാമ സമ്പാദിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരരുതേ. അതിലൂടെ ഞങ്ങളൊക്കെ കഴിക്കപ്പെട്ടാൽ ഞങ്ങളെ നരകത്തിലേക്ക് എറിയപ്പെടും തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ വിശപ്പുണ്ടായാൽ ഞങ്ങൾ ക്ഷമിക്കാൻ റെഡിയാണ്. പക്ഷേ നരകത്തിന്മേൽ ക്ഷമിക്കാൻ ഞങ്ങളെ കൊണ്ടാവൂലോട്ടോ. അതുകൊണ്ട് ഹറാമ് വീട്ടിലേക്ക് കൊണ്ടുവരരുതേ. മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഹറാമിലൂടെ ഊട്ടപ്പെട്ടതായ ശരീരം അത് തീർച്ചയായും നരകവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഹ്മാനിൽ അവസാനത്തെ ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഇന്നലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ സ്വഹാബ,
അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട് സഹബ. ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആരൊരുവൻ 99 നാമങ്ങൾ മനഃപാഠമാക്കിയോ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാ ഫദ്ഉഹു ബിഹാ. ആ 99 നാമങ്ങൾ മനഃപാഠമാക്കി വെച്ച് അല്ലാഹുവിനെ വിളിക്കണേ വിളിക്കണേ. ഈ ബറക്കത്താക്കപ്പെട്ട നാമമാണെന്ന് നീ മനസ്സിലാക്കണേ. ഉന്നതനും മഹോന്നതനുമാകുന്ന റബ്ബിന്റെ നാമം എത്ര ഉത്കൃഷ്ടമാണ്, എത്ര മഹത്തരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ബറക്കത്തുള്ള നാമമാണ് ഈ നാമങ്ങൾ. തബാറകസ്മു റബ്ബിക്. നിന്റെ റബ്ബിന്റെ നാമങ്ങളൊക്കെ ഉത്കൃഷ്ടമാണ്, ബറക്കത്തുള്ള നാമമാണ്. ഖുർആൻ തന്നെ പറയാ. ബറക്കത്താണ് നമ്മുടെ വിഷയം. ഈ 99 നാമങ്ങളും ബറക്കത്താണ്. അപ്പൊ അല്ലാഹു ബറക്കത്തുള്ള വ്യക്തിയാണ്, അവന്റെ നാമങ്ങളും ബറക്കത്തുള്ളതാണ്. അതുകൊണ്ടാണ് ആ നാമങ്ങൾ ഉച്ചരിച്ച് വിളിച്ചാൽ ദുആ ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ സവിധത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ ഈസാ നബിയേ, ഞങ്ങളുടെ സമൂഹത്തിൽ ഇതാ കുഷ്ഠരോഗം വ്യാപിച്ചിരിക്കുകയാണ്. കുഷ്ഠരോഗം വ്യാപിച്ചു, എല്ലാവർക്കും പൊടുന്നനെ പിടികൂടുകയാണ്. എന്ത് ചെയ്യണം? സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കണം. നമ്മൾ ഇത് മജ്ലിസുൻ നൂറിന്റെ സദസ്സാണ്. ബഹുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട സദസ്സാണ്. ബഹുമാനമില്ലാത്തവർക്ക് ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കും. അല്ലാഹു നമുക്ക് ബഹുമാനം നിലനിർത്തി തരട്ടെ. അതാണ് ദീനിന്റെ ബേസിക്. അല്ലാഹ് ബഹുമാനിച്ച വസ്തുക്കളെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം. നിന്ദിച്ച എല്ലാവരെയും നിന്ദിക്കണം. ബഹുമാനിച്ച വസ്തുക്കളെയും ആദരിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. അമ്പിയാക്കളെ, ഔലിയാക്കളെ, മഹത്തുക്കളെ, അസ്ഹാബുൽ ബദരീങ്ങളെ, ഇമാമിങ്ങളെ, അഇമ്മത്തുകളെ, ഉലമാഇനെ, മുതിർന്നവരെ എല്ലാവരെയും ബഹുമാനിക്കണം. ദീനിന്റെ ശിആറുകളെ ബഹുമാനിക്കണം. അത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഉറക്കെ പറഞ്ഞു സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ എത്ര പേരുണ്ട് ഇങ്ങനെ കുഷ്ഠരോഗം ബാധിച്ചവർ? ഒരുപാട് പേരുണ്ട്. എന്നാൽ നിങ്ങളിൽ 70,000 വീതം ആളുകൾ തൊട്ടടുത്ത് കാണുന്നതാകുന്ന ഗ്രൗണ്ടിലേക്ക് പോയി നിൽക്കും. ഞാൻ അങ്ങോട്ട് വരാം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ വാക്ക് കേട്ടുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം അവരുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് നാഥനായ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ ലാ മർളാ യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ ലാ മർളാ യാ ഹയ്യു യാ ഖയ്യൂം. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലകൊള്ളുന്നവനുമായ അല്ലാഹ്, ഇവർക്ക് രോഗം വേണ്ട റബ്ബേ, ഇവരുടെ രോഗം പരിപൂർണമായി ശിഫയാക്കണേ അല്ലാഹ്. സയ്യിദുനാ ഈസാ ദുആ ചെയ്ത് തീരേണ്ട താമസം. സുബ്ഹാനല്ലാഹ്, രോഗങ്ങൾ പരിപൂർണമായി ശിഫയായി എന്ന പരിപൂർണമായി ശിഫയായി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട്? വിളിച്ചതാകുന്ന നാമങ്ങൾ ആരുടെ നാമമാണ്? യാ ഹയ്യു യാ ഖയ്യൂം, അല്ലാഹുവിന്റെ നാമം 99 നാമങ്ങളിൽപ്പെട്ട നാമമാണ്. ഇനി വിളിച്ച വ്യക്തിയോ? ഈ വിളിച്ച ആരാണ്? ഈസാ നബി അലൈഹിസ്സലാം. ഇതൊരു സാധാരണ വ്യക്തിയല്ല, മുബാറക്കൻ, ബറക്കത്തുള്ള വ്യക്തിയാണ്. അത് വെറുതെ പറയല്ല. ആര് പറഞ്ഞു? ഖുർആൻ പറഞ്ഞു. എല്ലാം നമുക്ക് തെളിവ് ഖുർആൻ. പ്രവാസ ലോകത്തുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, ഗൗരവമായി ചിന്തിക്കേണ്ട പാഠമാണ്. അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത്, അവന്റെ സമ്പത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. അയൽവാസി സുന്ദരമായ വീട് വെച്ചത് കണ്ടിട്ട് എന്തേടാ നീ 10 കൊല്ലമായി ഗൾഫിൽ പോകുന്നു, ഇതുവരെ ഒരു നില പോലും നീ കറക്റ്റായി പണിതില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിലുള്ളവരെ മോശപ്പെട്ട ജോലിക്ക് വേണ്ടി നിർബന്ധിക്കരുതേ. ഇയ്യാക വകസബൽ ഹറാം,
നീ നിന്നെ സൂക്ഷിക്കണേ. ഹറാമായ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടുന്നതിനെ ശ്രദ്ധിക്കണേ. ഒരുപാട് ആളുകൾ സമ്പത്ത് ഹറാമായ മാർഗത്തിലൂടെ ഒരുമിച്ച് കൂട്ടുന്നവരുണ്ട്. അതിനുവേണ്ടി അന്യരെ കൊല്ലാൻ പോലും മടിക്കാത്ത യുവാക്കളുള്ള കാലഘട്ടമാണ്. വ്യഭിചരിക്കാൻ, സിനിമ കാണാൻ, സീരിയൽ ദർശിക്കാൻ, അശ്ലീല തലത്തിലേക്ക് കണ്ണും കാതുകളും കൊണ്ടുപോകാൻ, ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോകാൻ, അടിച്ചു പൊളിക്കാൻ ഏതെങ്കിലും ബാങ്കുകളിലോ മാളുകളിലോ പോയിരുന്നുകൊണ്ട് മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോകാൻ എറണാകുളത്തോ ബാംഗ്ലൂരിലോ ബോംബെയിലോ ഏതൊക്കെ റെഡ് സീറ്റുകളുണ്ടോ അവിടെയെല്ലാം പോയി അടിച്ചു പൊളിച്ച് രസിച്ച് രമിക്കാൻ വേണ്ടി, സമ്പത്ത് ചൂതാട്ടം നടത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളെ, അതിനുവേണ്ടി ഹറാമായ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടുന്നവരെ ശ്രദ്ധിക്കണേ. വൈഫത്തു തുഅമത്തിൻ ഹറാമല്ലാത്ത ഹലാലായ സമ്പാദ്യം കൊണ്ട് നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണേ. അത് മാത്രം കഴിച്ച് നിലകൊണ്ടാൽ മാത്രമാണ് നിനക്ക് ദുആഇന് ഇജാബത്ത് ലഭിക്കുക എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. യാ അയ്യുഹർ റസൂൽ, അല്ലയോ പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലത് കഴിക്കണേ. വഅമലൂ സാലിഹാ, നല്ല അമലുകളും ചെയ്യണേ. ഈ ആയത്ത് അല്ലാഹുവിന്റെ റസൂല് 10,000 സഹാബത്തിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് ഓതുമ്പോ ഫഖാമ സഅദ് ബിൻ അബീ വഖാസ്, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ഉദ്ഉല്ലാഹ ലി അൻ അകൂന മിൻ മുസ്തജാബി ദഅവാത്, എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്നവരായി ഉൾപ്പെടുന്ന വ്യക്തിത്വമായി മാറാൻ, റബ്ബിലേക്ക് കൈ ഉയർത്തിയാൽ അല്ലാഹു തട്ടാത്തതാകുന്ന വ്യക്തികളിൽ ഉൾപ്പെടാൻ തങ്ങളൊന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, നീ ഹലാൽ കഴിക്കണേ. തകുൻ മുസ്തജാബു ദഅവാ, നല്ലത് സമ്പാദിച്ച് നല്ലത് കഴിക്കണേ. ഹറാമ് കഴിക്കരുതേ, ഹറാമ് ഭുജിക്കരുതേ, ഹറാമ് സമ്പാദിക്കരുതേ. ഹലാല് സമ്പാദിച്ച് ഹലാല് ഭുജിച്ച് നീ ദുആ ചെയ്താൽ തകുൻ മുസ്തജാബു ദഅവാ. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. പെങ്ങളെ എത്രയെത്ര ഉമ്മമാരാണ് സങ്കടം പറയുന്നത്, ഉസ്താദേ എന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കുന്നില്ലല്ലോ. ഞാൻ ദിക്ർ ചൊല്ലുന്നവളാണ്, ഞാൻ ഖുർആൻ ഓതുന്നവളാണ്, ഞാൻ സ്വലാത്ത് അധികരിപ്പിക്കുന്നവളാണ്, ഞാൻ നിസ്കരിക്കുന്നവനാണ്, ഞാൻ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നവനാണ്, ഞാൻ റവാത്തിബു സുന്നത്തുകൾ അമൽ ചെയ്യുന്നവനാണ്, ഞാൻ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദിക്ർ ചൊല്ലുന്നവളാ. ദുആഇന് ഇജാബത്ത് ഇല്ലാത്തത് എന്താണ്? നിനക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണോ? തകുൻ മുസ്തജാബു ദഅവയായി മാറണോ? നീ ഹലാല് സമ്പാദിക്കണേ. നിന്റെ ഭർത്താവിനോട് ഹറാമ് കൂട്ടരുതേ, വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയണേ. ഇന്നത്തെ സഹോദരിമാര്, ഇന്നത്തെ ഭാര്യമാര് വലിയ കുറ്റം ചെയ്യുന്നവരാണ്. എന്തെന്നറിയുമോ? അയൽവാസിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഭാര്യയും ഉമ്മയും പറയുകയാണ്, എടാ എത്ര നാളായി നീ കച്ചവടം തുടങ്ങിയിട്ട്, എത്ര കൊല്ലമായി നീ ഗൾഫിൽ പോയിട്ട്, 20 കൊല്ലമായിട്ട് പോലും ഒരു വീട് കേറ്റാൻ നിന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ. അയൽവാസിയാകുന്ന ജാബിറിലേക്ക് നോക്ക്, അയൽവാസിയാകുന്ന ഉസ്മാനിലേക്ക് നോക്ക്. അവൻ 3 കൊല്ലം കൊണ്ട് ഗൾഫിൽ പോയിട്ട് അവനിതാ വലിയ മനോഹരമായ വീട് വെച്ചു. അവൻ അങ്ങാടിയിൽ വലിയതാകുന്ന സ്ഥലം വാങ്ങി
വാങ്ങിച്ചു, അവിടെ ബിൽഡിംഗ് കെട്ടാൻ പോവുകയാണ്. ഇത് ഉമ്മ പറയുന്നത് കേൾക്കുകയാണ്, ഇത് ഭാര്യ പറയുന്നുകൊണ്ട് കേൾക്കുകയാണ്. നല്ല ഒരു ജോലിയാണ്, ഹലാലായ ജോലിയാണ്, ഹലാലായ സമ്പാദ്യം കൊണ്ട് കിട്ടുന്ന സമ്പാദ്യം അത് നിർബന്ധം ചെലുത്തിയിട്ട് ഉമ്മയും ഉപ്പയും സഹോദരിമാരും ഭാര്യയുമടക്കം നിർബന്ധം ചെലുത്തുകയാണ്. പാവപ്പെട്ട മനുഷ്യൻ ക്രൂശിക്കപ്പെടുകയാണ്, ഹറാമ് സമ്പാദിക്കാൻ നിർബന്ധിതനാവുകയാണ്. അവന് പാർട്ട് ടൈം ജോലി, മോശപ്പെട്ട ജോലികൾ തേടിക്കൊണ്ടുപോയാണ്, അടിച്ചു മാറ്റാൻ വേണ്ടി തുനിയുകയാണ്, അറബിയത്തിക്കാനയിലാക്കാൻ പരിശ്രമിക്കുകയാണ്. ആരാണ് ഉത്തരവാദി? ഭാര്യയല്ലേ. ആരാണ് ഉത്തരവാദി? ഭർത്താവിനെ നിർബന്ധിച്ച ഉമ്മയല്ലേ, ഭർത്താവിനെ നിർബന്ധിച്ച ഉപ്പയല്ലേ. ആരാണ് ഉത്തരവാദി? വാപ്പയെ നിർബന്ധം ചെലുത്തിയ മകളല്ലേ, മകനല്ലേ. പാവപ്പെട്ടവൻ ഹലാല് സമ്പാദിച്ചു കൊണ്ടുവരുമ്പോ അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചിരുത്തണേ. കാരണം നാളെ ആഖിറത്തിൽ ഖേദമാണ്, ഖേദമാണ്. മാനബത മിനൽ ഹറാം, മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഈ ദുനിയാവിൽ ഹറാമായ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടിയോ, അതിലൂടെ ഭക്ഷണം കഴിച്ചോ, അവൻ നരകവുമായി ബന്ധപ്പെട്ടവനാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇന്നൽ അബ്ദ ലയഖ്ദിഫു റുഖ്മതൽ ഹറാം ലാ യഖ്ബലുല്ലാഹു അമലഹു. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഒരടിമ ലയഖ്ദിഫുൽ ലുഖ്മതൽ ഹറാമ, ഹറാമായ സമ്പാദ്യത്തിലൂടെ ഹറാമായ ഭക്ഷണം ഒരു പിടി വായിലേക്ക് വെച്ചാൽ ലാ യഖ്ബലുല്ലാഹു അമലഹു, അല്ലാഹു അവന്റെ അമലിനെ സ്വീകരിക്കില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നീ നിസ്കരിച്ച നിസ്കാരം, നീ നോറ്റു വീട്ടിയ നോമ്പുകൾ, നീ കൊടുത്തു വീട്ടിയ സക്കാത്തുകൾ, നീ പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതാകുന്ന പ്രാർത്ഥനകൾ, നീ നമസ്കരിച്ച നിസ്കാരങ്ങൾ, നീ പാതിരാത്രി സമയത്ത് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്ത പ്രാർത്ഥനകൾ ഒന്നും തന്നെ അല്ലാഹു സ്വീകരിക്കില്ല, സ്വീകരിക്കില്ല. ലാ യഖ്ബലുല്ലാഹു അമലഹു, അവന്റെ അമലുകളെ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒറ്റ പിടി വായിൽ വെച്ചതേ ഉള്ളൂ, അമല് പോയി. പിന്നെ എങ്ങനെ ദുആ സ്വീകരിക്കും? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരുപാട് ആളുകൾ പറയുന്ന, പലപ്പോഴും സഹോദരിമാർ ആശങ്കപ്പെടാറുള്ള ഒരു കാര്യമാണിത്. സാധേ ദുആ സ്വീകരിക്കുന്നില്ല, ഭർത്താവ് കൊണ്ടുവരുന്നത് കറക്റ്റാണോ അല്ലയോ എന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ നിർബന്ധം കാരണമായിട്ട് ഒരുപക്ഷെ മോശമായ തലത്തിലേക്ക് പോയിട്ടുണ്ടാകാം. ഒരു രൂപ വന്നാൽ മതി ഹറാം. പള്ളിയിൽ നിന്ന് ഇറങ്ങി വരിക, അപ്പൊ അവിടെ നല്ലൊരു മൊബൈൽ ഫോൺ ഇരിക്കുന്നത് കണ്ട് ബിസ്മില്ലാ, അതുകൊണ്ട് ഇപ്പൊ അതൊക്കെ സിമ്മ് മാറ്റിയിട്ട് നമുക്ക് കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന വില ആയിക്കോട്ടെ, 10,000 റുപ്യെങ്കിൽ 10,000 ആഹത്ത്. അതുകൊണ്ട് വീട്ടിലേക്ക് നല്ല അരി വാങ്ങിച്ചിട്ട് വന്ന് ആഹത്തായിട്ട് കഴിച്ച് വീട്ടിലുള്ള എല്ലാവരും കഴിപ്പിച്ച്. മാനബത്തമിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. നീ മാത്രമല്ല നരകവുമായി ബന്ധപ്പെടുന്നത്, അത് കഴിച്ചതാകുന്ന മക്കൾ ഉൾപ്പെടെ ഭാര്യ ഉൾപ്പെടെ നരകത്തിന് ബന്ധപ്പെട്ടതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെ വിഷയം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഒരു പൈസ പോലും ഹറാമ് ഞാൻ വീട്ടിൽ കൊണ്ടുപോകില്ല എന്ന് ദൃഢനിശ്ചയം എടുക്കണം. മറ്റൊരുത്തന്റെ പൈസ നമുക്ക് വേണ്ട, അവന്റെ സമ്പാദ്യമൊക്കെ വേണ്ട, അവന്റെ ഭൂമി വേണ്ട. ഇപ്പൊ എല്ലാവരും വഴക്കടിക്കുന്നത്, അധിക വീഡിയോസും ഒക്കെ കാണുന്നത് വഴിയുടെ വിഷയത്തിലാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പള്ളിക്കകത്ത് ഭയങ്കര തസ്ബീഹൊക്കെ പിടിച്ചിരുന്ന ഹാജിയാര് പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് വഴിയുടെ വിഷയത്തിൽ നോക്കുമ്പോൾ ഉടുത്തിരിക്കുന്ന മുണ്ട് തലയെക്കിട്ട് കെട്ടിയിട്ട് ഗുസ്തി കാണിക്കുക റോഡിൽ വന്നിരുന്നു. ബ്ലാക്ക് ബെൽറ്റ് ഭയങ്കര പരിപാടി. എന്നിട്ടുള്ള ഇടിയും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയി ചെയ്യും. ലാസ്റ്റ്
വലിയ ഷോ അടിക്കുക, റോഡിലിറങ്ങി. എന്താ സംഭവം? അരച്ചാണ് വഴിയുടെ വിഷയത്തിൽ അടിയുണ്ടാക്കുന്നത്. ഒരു കാർ ഇങ്ങോട്ട് വളഞ്ഞു പോകാനുള്ള ഒരു സൗകര്യം ആചാര്യ ചെയ്തു കൊടുത്താൽ തീരുന്ന വിഷയമുള്ളൂ. എന്താ പോകാനും? നാളെ ഇതും കൊണ്ടുപോകും. ചിലരങ്ങ് ഭയങ്കര കടുംപിടുത്ത. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഈ ദുനിയാവൊന്നും നമ്മൾ കൊണ്ടുപോകില്ല. ദുനിയാവിന്റെ പിറകെ ഇങ്ങനെ ഓടണ്ട. ഫറാറത്തുൻ, ഈ ദുനിയാവ് നമ്മളെ വിട്ടുകൊണ്ട് ഓടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തയ്യാറത്തുൻ, നിന്നെ വിട്ടുകൊണ്ട് പറക്കുമെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. നാളെ നിന്റെ മുന്നിൽ ഈ ദുനിയാവ് നിനക്ക് ഗുണം ചെയ്യാനുണ്ടാവൂല. നിന്നെ വിട്ടുകൊണ്ട് ഓടി പാറിപ്പോകും. നിനക്ക് രക്ഷകനാകൂല. പക്ഷെ നിനക്ക് രക്ഷകനാകും എങ്ങനെ? ഈ ദുനിയാവ് നീ അമല് കൊണ്ട് നിലകൊണ്ടാൽ, തഖ്വയനുസരിച്ച് നിലകൊണ്ടാൽ, ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായി നിർവഹിച്ചാൽ, സത്യസന്ധത പുലർത്തി ജീവിച്ചാൽ, സൽസ്വഭാവിയായി ജീവിച്ചാൽ, നല്ല ഭക്ഷണം കഴിച്ചാൽ, നല്ലത് സമ്പാദിച്ച് നല്ല ഭക്ഷണം കഴിച്ചാൽ ഈ രക്ഷപ്പെട്ടവനാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മജ്‌ലിസിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ നല്ല നിയ്യത്തുകൾ വെച്ചുകൊണ്ട് നിലകൊണ്ടിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. റൂഹെ ബയാൻ കുടുംബം എല്ലാവരും കൃത്യമായി എല്ലാ ദിവസവും രാത്രിയിൽ ഇശാഇന് ശേഷം മജ്‌ലിസ് അവസാനിപ്പിക്കാറുള്ളത് ലാ ഹൗല 33 പ്രാവശ്യം ചൊല്ലിയിട്ടാണ്. ലാ ഹൗല ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുന തഴവ ഉസ്താദിൽ നിന്ന് ഇജാസത്ത് ലഭിച്ചിട്ടുള്ളതുമാണ്. വലിയ ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. അത് ചൊല്ലിയാൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത അള്ളാഹു കൈവരിക്കും, അത് നൽകും. ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ. ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ. മുറുകെ പിടിച്ചാൽ തമാം. യാ അല്ലാഹ്, വളരെ റാഹത്താണ്. ഒരു ദിവസം പോലും മുടങ്ങരുത്. നേരത്തെ പറഞ്ഞില്ലേ, തഴവ ഉസ്താദ് ഭാര്യയ്ക്ക് അയച്ച കത്ത്, അതിലുള്ള ഒരു വരി ഇങ്ങനെയാണ്: ഭാര്യയോട് പറയാം, ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമിൽ ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ. ഒരു ദിവസം പോലും മുടങ്ങാതെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന മഹനീയമായ ദിക്ർ ബിസ്മി കൂടി ചേർത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് നീ നിത്യമായി ചൊല്ലിക്കോ. എല്ലാവിധ ഐശ്വര്യവും നിനക്ക് ലഭിക്കും. ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന നിർദ്ദേശം ഇത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് കൊടുത്ത നിർദ്ദേശമാണ്. സ്വഹാബത്ത് ഏറ്റെടുത്തതാണ്. സ്വഹാബത്ത് അതിന് ശേഷമുള്ളവർക്ക് കൈമാറി ബഹുമാനപ്പെട്ട ശൈഖുനയിലേക്ക് എത്തിയതാണ്. അവർ നമുക്ക് കൈമാറി തന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ഇൻഷാ അല്ലാഹ് വളരെ സന്തോഷം ഉണ്ടാകും. അൽഹംദുലില്ലാഹ്, എത്ര സഹോദര സഹോദരിമാരാണ് റൂഹെ ബയാൻ കുടുംബാദികൾ സന്തോഷം പറഞ്ഞിട്ടുള്ളത്. ലാ ഹൗല ചൊല്ലിയിട്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാവരുടെയും നിയ്യത്തുകൾ അള്ളാഹു സാധൂകരിക്കട്ടെ. സാമ്പത്തികമായിട്ടുള്ള ഭദ്രത കൈവന്നവർ നിരവധി ആളുകളാണ്. ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവർക്ക് അത് ഇല്ലാതായത് ഈ ലാ ഹൗല ചൊല്ലിയിട്ടാണ്. ലാ ഹൗല വലാ ഖുവത, ഇബാദത്തുകളിൽ നിന്ന് തെറ്റുകയുമില്ല, ആരാധനകൾക്ക് കരുത്താർജിക്കുകയുമില്ല, ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, ഉന്നതനായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അതാണ് അതിന്റെ അർത്ഥം. അത് ബിസ്മി ചേർത്ത് ചെല്ല വളരെ ശ്രേഷ്ഠതയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ 33 പ്രാവശ്യം ചെല്ലിയിട്ടാണ് നമുക്ക് ഇന്ന് ഈ സദസ്സ് പിരിയുക. ഇൻഷാ അല്ലാഹ് അതെല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇന്നലത്തെ മജ്‌ലിസ് നടന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ്. അവിടെയുള്ള ആളുകൾ 10,000 ഒരുമിച്ച് കൂടിയ മജ്‌ലിസ്. അവിടെയും എല്ലാവരും ഒരേപോലെ ഒരേ സ്വരത്തിൽ അത് ചൊല്ലി ഏറ്റെടുത്തു. നാളെ ഇനിയുള്ളത് കാസർഗോഡ് ജില്ലയിലെ മന്നനാടി മഖാം ഉറൂസിലാണ്. 10,000 പങ്കെടുക്കുന്ന വലിയ ഉറൂസ് പരിപാടിയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ മജ്‌ലിസുകളും സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.
അപ്പൊ ഇവിടെയൊക്കെ തന്നെ ഈ മജ്‌ലിസ് അവസാനിപ്പിക്കുക ഈ രീതിയിലാണ്. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് ഈ മജ്‌ലിസിൽ നിലകൊള്ളുന്ന ഒരുപാട് കമന്റുകൾ ദിനേന യൂട്യൂബ് ലൈവാണല്ലോ, ലൈവ് ചെയ്യുമ്പോൾ അതിലിങ്ങനെ കമന്റ് ഇങ്ങനെ വരാണ്, വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞു. അവർക്കൊക്കെ തന്നെ ദുആ ചെയ്ത് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ചുകൊണ്ട് പറഞ്ഞവരുണ്ട്, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചവരുണ്ട്, ഒരുപാട് ആളുകൾ മെസ്സഞ്ചറുകളിലൂടെ പറഞ്ഞവരുണ്ട്, അല്ലാതെ പലവിധേന കത്തുകൾ അയച്ചുകൊണ്ട് സങ്കടങ്ങൾ അറിയിച്ചവരുണ്ട്. വഅദിന്റെ സ്ഥലത്ത് ചെല്ലുമ്പോൾ തന്നെ ഇന്നലെ തന്നെ മഞ്ചേരിയിൽ പ്രഭാഷണം കഴിഞ്ഞ് പോകുമ്പോൾ ഒരുപാട് സഹോദര സഹോദരിമാർ അവരുടെ സങ്കടങ്ങൾ റൂഹെ ബയാൻ കുടുംബത്തിലുള്ളവർ വന്നുകൊണ്ട് നേരിട്ട് പറഞ്ഞവരുണ്ട്. അവരടക്കം എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു തീർത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുവരെ റൂഹെ ബയാൻ കുടുംബത്തിൽ അംഗത്വമെടുക്കാത്ത ആളുകൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും യൂട്യൂബിൽ ലൈവ് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കുമ്മന മുസ്താദ് ലൈവെന്നോ അല്ലെങ്കിൽ റൂഹെ ബയാൻ ലൈവെന്നോ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. എത്രയോ മോശമാക്കപ്പെട്ടതാകുന്ന കാര്യങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടുപോയിട്ടുണ്ട്, സിനിമകൾ നമ്മൾ കേട്ടുപോയിട്ടുണ്ട്, അശ്ലീലമാക്കപ്പെട്ട പാട്ടുകൾ നമ്മൾ കേട്ടവരാൻ. നമ്മുടെ ഈ കണ്ണും നമ്മുടെ കാതും ശരീരത്തിന്റെ അവയവങ്ങളും ഒക്കെ അള്ളാഹുവിലേക്കൊന്ന് തിരിച്ചുകൂടെ? നമ്മളൊക്കെ മരിക്കാൻ അടുത്തില്ലേ സഹോദരങ്ങളെ? ഏത് സമയത്താണ് എപ്പോഴാണ് മരണം നമ്മളിലേക്ക് വരിക ഒരിക്കലും തീർച്ചപ്പെടുത്താൻ പറ്റൂല. ഈ കോഴിക്കോട് ജില്ലയിലെ ഒരു കുടുംബം സൗദിയിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, അവർ എന്നേക്കുമായി ലോകത്തുനിന്ന് വിട പറഞ്ഞത്. മനോഹരമായ വീടിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പോയവരാണ്. കുടുംബം ഒന്നടങ്കം അപകടത്തിൽപ്പെട്ടു. അള്ളാഹു ആ കുടുംബത്തിൽ എല്ലാവരുടെയും ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ കുടുംബാദികൾക്ക് അള്ളാഹു ക്ഷമയും സമാധാനവും ശാന്തിയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഒന്ന് ചിന്തിക്കാൻ, മനോഹരമായ വീട് കൂടണമെന്ന് ആഗ്രഹിച്ചവർക്ക് അള്ളാഹു ഖബർ എന്ന് പറയുന്ന ഭയാനകമാകുന്ന വീട് കൊടുക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ഏത് സെക്കൻഡിൽ എപ്പോഴാണ് എവിടെ വെച്ചാണ് മരണം ഒന്നും നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റൂല. ചെറിയ മക്കൾക്ക് മാരകമാകുന്ന രോഗം പിടിക്കുന്ന കാലഘട്ടമാണ്. വലിയവർക്ക് തന്നെ നിന്ന നിൽപ്പിൽ തന്നെ സ്ട്രോക്ക് വന്ന് കുഴഞ്ഞു വീണ് അപകടങ്ങൾ വരുന്ന കാലഘട്ടമാണ്. മറ്റുള്ള രോഗങ്ങൾ വന്നുകൊണ്ട് തകരാറ് വരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ആരോഗ്യ കാലഘട്ടങ്ങൾ നല്ലതുപോലെ അമൽ ചെയ്ത് മുന്നേറണം. അതിന് പറ്റിയ ഒരു അവസരമാണ് റൂഹെ ബയാനിലൂടെ നിങ്ങൾക്ക് തുറന്നു നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് അതിലൂടെ പങ്കുവെക്കുമ്പോൾ എത്രയോ സഹോദരിമാർ സഹോദരങ്ങളാണ് ഭർത്താവുമായിട്ടുള്ള പിണക്കങ്ങൾ പറയുന്ന ഭാര്യ, അവരുടെ സങ്കടങ്ങൾ പറയാൻ, ഭർത്താവിന്റെ ദൂഷ്യ സ്വഭാവം മാറാൻ വേണ്ടി, ആ ഭർത്താവിനെ തന്നെ തനിക്ക് വളരെ റാഹത്തായി മനോഹരമായ ജീവിതം നയിക്കാൻ വേണ്ടി, സന്തോഷകരമാകുന്ന കുടുംബജീവിതം നയിക്കാൻ, ഭർത്താവിന്റെ ജോലിയുടെ പ്രശ്നങ്ങൾ, ഭാര്യയുടേതാകുന്ന സ്വഭാവത്തിന്റെ വിഷയം, മക്കൾ നന്നാവുന്നില്ല, മക്കൾ ചീത്ത വിളിക്കുന്നു, അവർ നന്നാവാത്ത ശൈലി, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി, അവരുടെ ജോലിയുടെ പുരോഗതി, വിസയുടെ കാലാവധി തീർന്നു, അതൊന്ന് നീട്ടിക്കിട്ടാൻ ഇഖാമയുടെ പ്രശ്നം, പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഇങ്ങനെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, പലവിധ പ്രയാസങ്ങൾ നിലകൊള്ളുന്നവർ, മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യിപ്പിക്കാൻ ഈ മജ്‌ലിസ് കാരണമാണ്. എല്ലാ ദിവസവും യാസീനും ഹദ്ദാദും പവിത്രമാക്കപ്പെട്ട വിറുദുൽ ലത്തീഫും ഒക്കെ ചൊല്ലി സുബഹിക്ക് ശേഷം 5:30 മണിക്ക് തുടങ്ങുന്ന മജ്‌ലിസ് 10,000 പങ്കെടുക്കുകയാണ് ദിനേനെ. കഴിയുന്ന മുഴുവൻ സഹോദര സഹോദരിമാരും ഒക്കെ അതിൽ ഭാഗമാക്കാകണം. നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ മാഷാ അല്ലാഹ് ഈ യൂട്യൂബ് ഓൺ ചെയ്ത് വെച്ചിട്ടൊന്ന് കയറി, തീർച്ചയായിട്ടും നമ്മുടെ ജീവിത വിജയത്തിന് നിദാനമാണ്. നമുക്ക് കിട്ടുന്ന ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുക. അള്ളാഹു ഖൈറിലാക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ജമാഅത്ത് മാഷാ അല്ലാഹ് വളരെ സുദീർഘമായ സേവനമാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ കർമ്മങ്ങളും കർത്തവ്യങ്ങളും പരിപൂർണമായി പൂർത്തീകരിച്ചുകൊണ്ട് മനോഹരമായ ഒരു ചൈത്രയാത്രയാണ് നമ്മുടെ മഹലിന്റെ സാരഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃപ്പങ്ങോട്ടൂർ ജമാഅത്ത് ഇതര ജമാഅത്തുകൾക്കും മറ്റുള്ള ജമാഅത്തുകളും ഒക്കെ അസൂയയോടുകൂടി നമ്മുടെ ജമാഅത്തിന് വീക്ഷിക്കുന്ന ഒരു സമയമാണ്. അള്ളാഹു എല്ലാ അസൂയാലുക്കളുടെ അസൂയ തൊട്ട് നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട് നമ്മയും ഈ ജമാഅത്തിന്റെ കമ്മിറ്റി ഭാരവാഹികളെയും നിർമ്മാണ കമ്മിറ്റിയിലിരിക്കുന്നവരെയും പരിപാലക സമിതികളെയും ഈ നാട്ടുകാരെയും ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദര സഹോദരിമാരെയും കാക്കുമാറാവട്ടെ. എല്ലാവരുടെയും സിഹറുകളിൽ നിന്ന് പരിപൂർണമായ ബാത്തിൽ ഇബ്താൽ അല്ലാഹു നസീബാക്കുമാറാവട്ടെ. എല്ലാവരും അസൂയയോട് കാണുക. എന്തുകൊണ്ട്? 4.5 കോടി രൂപയോളം ചെലവഴിച്ച് മനോഹരമായ രീതിയിൽ സുന്ദരമായ ഒരു പള്ളിയാണ് നമ്മളിപ്പോൾ പൂർത്തീകരിക്കുന്നത്. ഇനിയും നമുക്ക് വേണം
വേണം, 1 കോടിക്ക് മുകളിൽ നമുക്ക് ഇനിയും ചെലവുണ്ട്. ആ പൈസ ഇതുവരെ സ്വരൂപിച്ചത് 5 ജമാഅത്തുകൾ നമ്മുടെ ഈ പള്ളിയിലേക്ക് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ പള്ളിയുടെ പരിസരങ്ങളിലുള്ളവരല്ലാതെ ഇന്ന് വരെ ഒരു പൈസ അൽഹംദുലില്ലാഹ് മറ്റൊരാളോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ റബ്ബ് നമുക്ക് നൽകിയിട്ടില്ല. ആ രീതിയിൽ നമ്മളെ അള്ളാഹു വലിയാക്കിയിട്ടുണ്ട്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ഈ നാടിന്റെ ഐശ്വര്യം നിലനിർത്തുമാറാവട്ടെ. ഇനി നമുക്ക് ഒരൊറ്റ കോടി ആവശ്യമുള്ളൂ. അത് മാഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് സാധിക്കണമെങ്കിൽ ഞാൻ ഇന്ന് കമ്മിറ്റി ഭാരവാഹികളുമായി സംസാരിച്ചപ്പോൾ ഉളുത്തിരിഞ്ഞത് 6666 രൂപ വെച്ച് ഇൻഷാ അല്ലാഹ് ഓരോ കുടുംബത്തിൽപ്പെട്ട ആളുകളും ജോലിയുള്ളതാകുന്ന മുഴുവൻ ആളുകളും ഓരോരുത്തരും അത് ഏറ്റെടുത്താൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇൻഷാ അല്ലാഹ് കൊണ്ടുപോകാൻ സാധിക്കും. പള്ളി എന്ന് പറയുന്നത് ഒരു നാടിന്റെ ഐശ്വര്യമാണ്. പള്ളി എന്ന് പറയുന്നത് ആ നാട്ടിലുള്ള സഹോദര സമുദായത്തിൽ വരെയുള്ള ആളുകൾക്ക് സമയത്തെ ക്രമീകരിക്കാനുള്ളതാകുന്ന ഒരു ഉപാധിയാണ്. അല്ലേ? രാവിലെ പ്രഭാതമായി സുബഹിയുടെ ബാങ്കുലി മുഴങ്ങാൻ, മഗ്രിബായി എങ്ങനെ അറിയാം? മഗ്രിബിന്റെ ബാങ്ക് മുഴങ്ങാൻ. സന്ധ്യ എന്നറിയുന്നത് ഉച്ചയ്ക്ക് ളുഹറിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സഹോദരിമാര് തന്നെ ഉമ്മമാര് തന്നെ പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, ഓ ഇതുവരെ അരിയൊന്നും അടുപ്പത്ത് ഇട്ടിട്ടില്ല, ളുഹർ ബാങ്ക് വിളിക്കുന്നുണ്ട്, സമയം ഇത്ര ആയോ? അല്ലേ? ക്ലോക്കിൽ നോക്കുന്നതിനേക്കാൾ അവരുടെ ഹൃദയത്തിലേക്ക് പള്ളിയുടെ ബാങ്കിന്റെ സമയം അത്രമേൽ കണക്ഷൻ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആകാശഭൂമികൾക്കിടയിൽ ബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുന്നത് പള്ളിയിൽ നിന്ന് മുഴങ്ങുന്നതാകുന്ന ബാങ്ക് കൊണ്ടാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഭൂമിയിലുള്ള പള്ളികൾ അൽ മസാജിദു, ഭൂമിയിലുള്ളതാകുന്ന പള്ളികൾ തുളീഉ ലി അഹ്ലി സമാഇ, ആകാശത്തുള്ളവർക്ക് പ്രകാശം ചൊരിയും. ആകാശത്തുള്ളതാകുന്ന പ്രകാശങ്ങൾ, നക്ഷത്ര താരകങ്ങൾ ഭൂമിയിലുള്ളവർക്ക് പ്രകാശം ചൊരിയുന്നത് പോലെയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ല? ആകാശത്തെ നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കാൻ, അതേപോലെ ഭൂമിയിൽ തിളങ്ങി നിൽക്കുന്നതാണ് പള്ളികൾ. തിരിച്ച് അങ്ങോട്ട് പ്രകാശിക്കും, ആകാശം പ്രകാശിക്കും. ഏതുപോലെ ഭൂമിയിലുള്ള പള്ളികൾ മുഴുവനും നക്ഷത്രങ്ങളാണ് സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ട് ഇവിടുന്ന് ഡയറക്ഷൻ അങ്ങോട്ട് ആകാശത്തോട്ട്, ആകാശം പ്രകാശിക്കും ഭൂമിയിലെ പള്ളികൾ കാരണമായി. ആകാശത്ത് നിന്ന് ഭൂമി പ്രകാശിക്കും ആകാശത്തുള്ള നക്ഷത്രങ്ങൾ കാരണമായി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ ആകാശവും ഭൂമിയുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നത് പള്ളികളാണ്. പള്ളിയെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. നമ്മൾ പള്ളിയിൽ കിടക്കുന്നത് ഏത് കാലുകൊണ്ടാണ്? വലത് കാലാണ്. വീട്ടിലേക്ക് കടക്കുമ്പോഴും വലത് കാലാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാലാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും എന്ത് കാര്യത്തിനും ഇടത് കാലാണ്. അഥവാ നമ്മുടെ വീട് പോലെ, അതല്ല പള്ളി പോലെയാണ് വീട്, വീട് പോലെയാണ് പള്ളി, രണ്ടും പറയാം. കാരണം രണ്ടും നമ്മുടെ അഭയകേന്ദ്രമാണ്. അള്ളാഹുവിന്റെ വീടാണ് പള്ളി. നമ്മുടെ വീട് നമ്മുടെ സ്വന്തം വീടായതുപോലെ അള്ളാഹുവിന്റെ ഭവനമാണ് പള്ളി. ഏറ്റവും വലിയ അഭയകേന്ദ്രമാണ്. അതുകൊണ്ടാണ് ആ പള്ളിയിലേക്ക് കയറുമ്പോൾ നീ ചോദിക്കണം, അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, കാരുണ്യത്തിന്റെ കവാടം എന്റെ മേൽ നീ തുറക്കണേ അല്ലാഹ്. പുറത്തിറങ്ങുമ്പോൾ നീ ചോദിക്കണം, അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ ഫളിക്, നിന്റെ ഔദാര്യത്തിന്റെ വാതിലുകൾ എനിക്ക് നീ തുറന്നു നൽകണേ അല്ലാഹ്. ബിസിനസ് പരമായി, സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്നവന്റെ വചനത്തിലൂടെ കടന്നു വരുന്നത് ഈ പ്രാർത്ഥനയിലൂടെ അവന് സാമ്പത്തികമായ അഭിവൃദ്ധിയാണ്. അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ ഫളിക്, നിന്റെ ഔദാര്യത്തിന്റെ വാതിലുകൾ എന്റെ മുന്നിൽ നീ തുറന്നു നൽകണേ അല്ലാഹ്. എന്ത് വിഷമമുണ്ടായാലും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന ഇദാ ഫസഅഹു അംറുൻ, എന്ത് വിഷമമുണ്ടായാലും നബി തങ്ങൾ ഫസിഅ ഇല സ്വലാ, പള്ളിയിൽ ചെന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്. വിഷമമുണ്ടായാൽ ഓടി വന്ന് പറയും അല്ലാഹുവിനോട്, പള്ളിയുടെ അകത്തളത്തിൽ വന്ന് 2 റക്അത്ത് നിസ്കരിക്കും. വിഷമുണ്ടായ നാട്ടുകാരോടല്ല പറയുന്നത്, അള്ളാഹുവിനോട് വന്ന് പറയാൻ കേൾക്കാൻ റെഡിയായി നിൽക്കുന്നവൻ അള്ളാഹു. എന്നോട് ചോദിക്ക്, ഞാൻ ഉത്തരം നൽകാം. അള്ളാഹു പറയാൻ ഉദ്ഉനി അസ്തജിബ് ലക്കും, ചോദിക്കാനുള്ളതാണ് നമുക്ക് പള്ളി. ഇതിനൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞുകൂടാ. ആ പള്ളിയുടെ അകത്തളം വളരെ പവിത്രമാണ്. എന്ത് ചോദിച്ചാലും ഉത്തരമാണ്. ഹൃദയ സാന്നിധ്യത്തോട് കൈയൊന്ന് ഉയർത്തി നോക്കി, നല്ലത് കഴിച്ച് നല്ലത് ഭുജിച്ചിട്ട് നിന്റെ പ്രാർത്ഥനകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഉറപ്പായിട്ടും ഉത്തരം
നൽകും. അതിനുള്ളതാകുന്ന ഗേഹമാണ് പള്ളി. അതിന് നമ്മൾ അവസരം കണ്ടെത്തണം. അതുകൊണ്ടാണ് ആ പള്ളിയിൽ കയറുമ്പോൾ 2 റക്അത്ത് തഹിയ്യത്തിന്റെ സുന്നത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സുന്നത്ത്. ഞാൻ ചോദിക്കട്ടെ, സുന്നികളായ നമ്മളോട് നമ്മളിൽ എത്ര പേര് ഈ സുന്നത്ത് ഈ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്? വളരെ വിരളമാണ്, വളരെ വിരളമാണ്. അങ്ങനെ ഒരു സുന്നത്ത് നിസ്കാരം തന്നെ നമ്മൾക്ക് അറിയാത്ത പോലെ ആയിപ്പോയി ഇന്നത്തെ തലമുറകൾ. പള്ളികളിൽ കയറി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അതൊക്കെ നമ്മൾ നിർവഹിക്കണം. നമ്മൾ എന്നിട്ട് ദുആ ചെയ്യണം. നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് ഭക്ഷണം പാചകം ചെയ്തു തരുന്ന പ്രിയപ്പെട്ട ഉമ്മ, നമുക്ക് സ്നേഹം വിളമ്പി തരുന്ന പ്രിയപ്പെട്ട ഭാര്യ, നമുക്ക് കാരുണ്യത്തിന്റെ കവാടങ്ങൾ മലർക്ക് തുറക്കാൻ സൗകര്യപ്രദമായ പുഞ്ചിരിയുടെ വാതാനങ്ങൾ തുറന്നു തന്ന പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സമൂഹം, നമ്മുടെ സമുദായം, ഇതര സമുദായത്തിലുള്ളവർ, ലോകത്ത് മുഴുവനും പടർന്നു പന്തരിച്ചിരിക്കുന്ന ഒമിക്രോൺ വൈറസ് അടക്കമുള്ള വൈറസ് ബാധകൾ എല്ലാത്തിൽ നിന്നും കാവലിന് വേണ്ടി നാഥനായ റബ്ബിനോട് ശരിക്ക് ദുആ ചെയ്യാൻ നമ്മളൊക്കെ പ്രതിജ്ഞാബദ്ധരാണ്. അങ്ങനെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി, നാട്ടിലുള്ളവർക്ക് മുഴുവനും ബറക്കത്തിന്റെ ഗേഹമായിട്ട് പഠിപ്പിക്കപ്പെട്ടതാകുന്ന ഭവനമാണ് വിശുദ്ധമാക്കപ്പെട്ട പള്ളി എന്ന് പറയുന്നത്. ഇതര സമുദായത്തിലുള്ളവർക്ക് വരെ മൻ അദിന, ആരെങ്കിലും ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ നിന്ന് അമിനഹല്ലാഹു ഫീ ദാലിക്കൽ യൗമി, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നത്തെ ദിവസം ആ നാട്ടിലുള്ളതാകുന്ന മുഴുവൻ ജനങ്ങളെയും അദാബിൽ നിന്ന് ആ ദിവസം സംരക്ഷിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.